ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഗർഭന്താളിൽ ശ്രദ്ധിക്കണം, പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി ഗർഭന്താളിൽ മണ്ണിൽ വന്നപ്പോൾ അമ്മ പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഒരു പ്രവചന ദൂത് അമ്മ പറഞ്ഞു, കർത്താവിന്റെ ഭ്രാന്തന്മാർ അനുഗ്രഹീതരാണ്. ഏത് പ്രതിസന്ധികളെയും അവർ അതിജീവിച്ചു. അതാണ് ആത്മാവിന്റെ ശക്തി. ഇന്ന് നമ്മുടെ കൂട്ടായ്മകളും നമ്മുടെ മിനിസ്ട്രികളും നമ്മുടെ സുവിശേഷ പ്രവർത്തന സംഘങ്ങളെല്ലാം ഈ ഒരു അഭിഷേക നിറവിലേക്ക് ഉയരാൻ കർത്താവ് കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരുടെ മുൻപിൽ, എന്തിന്റെ മുൻപിൽ, എന്താവട്ടെ, നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മുടെ സാക്ഷ്യം ഇനി ശക്തമാവണം. കർത്താവിന്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ രണ്ടാം വരവ് അടുത്തു സഹോദരങ്ങളെ. അവന്റെ പ്രത്യാഗമനം ആസന്നമായിരിക്കുകയാണ്. ഇനി കഥ പറഞ്ഞിരിക്കാൻ, നിസാര കാര്യങ്ങൾക്ക് വേണ്ടി സമയം കളയാൻ നമുക്കിനി ഇല്ല. അതീവ ശ്രദ്ധയോടെ, അതീവ വേഗതയോടെ, ഇന്ന് വരെ 100 കിലോമീറ്ററാണ് നമ്മൾ പോയിരുന്നുവെങ്കിൽ ഇനി 250 കിലോമീറ്റർ വേഗതയിൽ നമ്മൾ പോകേണ്ട സമയമാണിത്. അതുകൊണ്ട് ചത്തേ ചതഞ്ഞ് അതൊക്കെ ഇനി കളയണം. ഞാൻ എൻ്റെ പ്രിയ നിങ്ങളെ ശ്രദ്ധിക്കണത്. ഇനി ഇങ്ങനെ നിർബന്ധിക്കും, പുഷിയും എന്ന് ആരും വിചാരിക്കരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കും, നമ്മൾ ചെയ്ത് നമുക്ക് കിട്ടും. ഇനി അപ്പനെയുള്ള പരിപാടിയാ. ഹല്ലേലൂയ. നീ വന്നാൽ നിനക്ക് നല്ലത്. ഹല്ലേലൂയ. നിന്നെ നിർബന്ധിക്കാനും നിന്നെ ഉന്താനും ഇവിടെ വേറെ ആരും. ആ സമയം കൊണ്ട് വേറെ ആത്മാക്കളെ നേടാം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ തന്നെ കയറി പോരണം. സമയമായി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, അടുത്ത 3 വർഷങ്ങൾ അതിനിർണായക വർഷങ്ങളാണ് നമ്മളെ സംബന്ധിച്ച്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരങ്ങളെ, ഏത് സാഹചര്യത്തിലും നിർഭയം കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള ശക്തിയാണ് ആത്മാവ് പ്രദാനം ചെയ്യുന്നത്. കർത്താവ് പറയാണ്, യെശയ്യാ പ്രവചനം 43:10, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള ശക്തി, സഹനങ്ങളെ കൃപകളായി സ്വീകരിക്കുവാനുള്ള ശക്തി, നിർഭയം കർത്താവിനെ സാക്ഷ്യം നൽകാനുള്ള ശക്തി. 2 രാജാക്കന്മാർ 5:26. എലീശ പ്രവാചകൻ തന്റെ ഭൃത്യനായ ഗഹസിയോട് പറയുന്നൊരു വാക്കാണ്. എന്താ പറയുന്നത്? എന്നാൽ എലീശ പറഞ്ഞു, അവൻ നിന്നെ സ്വീകരിക്കാൻ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ, സിറിയ രാജ്യത്തിന്റെ സൈന്യാധിപനായ നാമാൻ നിന്നെ സ്വീകരിക്കാൻ അവന്റെ രഥത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്നില്ലേ? പണം, വസ്ത്രം, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം, പണം, വസ്ത്രങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ആടുമാടുകൾ, ദാസിദാസന്മാർ, ഇവയൊക്കെ സ്വീകരിക്കാനുള്ള, സ്വന്തമാക്കാനുള്ള സമയമായിരുന്നോ അത്? ഇനി ചോദ്യം നമ്മുടെ കുടുംബത്തോടെ കർത്താവ് ചോദിക്കുന്നത്, ഇതെന്തിനുള്ള സമയമാണ്? കർത്താവ് അനുവദിച്ച് തന്നിരിക്കുന്ന ഈ സമയം എന്തിനുള്ള സമയം? പ്രിയപ്പെട്ടവരെ, ഇത് നിർഭയം കൂടുതൽ ശക്തിയോടെ കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള സമയമാണ്. ഒരു അവസരം കൂടി കർത്താവ് തന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദിസ് ഈസ് എ ടൈം ഫോർ ദി ഇവാഞ്ചലൈസേഷൻ. ഇത് സുവിശേഷ വേലയ്ക്കുള്ള സമയമാണ്. കർത്താവിന് സാക്ഷ്യം നൽകുവാനുള്ള സമയമാണ്. കർത്താവിന് ഉയർത്തുവാനുള്ള സമയമാണ്. ഈ സമയം നമ്മൾ തിരിച്ചറിയാതെ നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കനത്ത നഷ്ടം സഹിക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടൊരു സമർപ്പണത്തിന് നമ്മൾ തയ്യാറാവുക. കർത്താവിന്റെ വേലയിൽ കുറെ കൂടി ഉണർവോടെ വ്യാപരിക്കുവാൻ, കർത്താവിന്റെ ശുശ്രൂഷകളിൽ കൂടെ തീഷ്ണതയോടെ മുന്നോട്ടിറങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നിങ്ങൾ ചേർന്ന് പാടി കർത്താവിനോട് നന്ദി പറഞ്ഞ് മഹത്വപ്പെടുത്തി. ആമേൻ. സംഗാണ്